കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എന്ത് തരം മാറ്റമാണ്, അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നു. അതിലേറ്റവും എടുത്തു പറയാനുള്ളൊരു കാര്യം, തലസ്ഥാന നഗരിയിലെ മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ത്രികോണ പോരാട്ടം ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്തുള്ളതെന്ന് പറയുന്നത്. ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ പലതരത്തിലുമുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന സർവേ റിസൾട്ട് പ്രകാരം വട്ടിയൂർക്കാവിൽ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്. കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വട്ടിയൂർക്കാവ് എന്ന കാര്യത്തിൽ സംശയമില്ല. LDF, BJP, UDF 3 പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ അത്രത്തോളം സ്ട്രോങ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സോ എന്താണ് വട്ടിയൂർക്കാവിൽ ഇത്തവണ സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും വട്ടിയൂർക്കാവ് പോലുള്ളൊരു സ്ഥലത്ത് പലതരത്തിലുമുള്ള അട്ടിമറികൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോഴത്തേക്കായാലും BJPക്ക് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ച ഒരു സ്ഥലം കൂടിയാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. അത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്കായാലും അതോടൊപ്പം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോഴായാലും ഒക്കെ തന്നെയും തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ ഭരണം കൂടി BJPക്ക് തിരുവനന്തപുരത്ത് പിടിച്ചെടുക്കാൻ സാധിച്ചതോടുകൂടി തന്നെ ഇത്തവണ എന്ത് മാറ്റമായിരിക്കും തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നത്. BJPക്ക് അടിവേരുള്ള സ്ഥലങ്ങളിൽ, അതായത് ആ ഒരു തരത്തിൽ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ പ്രവർത്തകർ ഒക്കെ തന്നെയും വളരെ വലിയ തോതിൽ ഉള്ള ഒരു സ്ഥലം കൂടിയായിട്ടുള്ള വട്ടിയൂർക്കാവ് പോലുള്ള ഒരു സ്ഥലത്ത് വോട്ട് ശതമാനവും വളരെ നല്ല രീതിക്കുള്ള ഒരു സ്ഥലം കൂടിയായിട്ടുള്ള വട്ടിയൂർക്കാവ്, വിജയസാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയായിട്ടുള്ള വട്ടിയൂർക്കാവിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു അട്ടിമറി ഉണ്ടാകുമോ? അതല്ല LDFന് ആ സീറ്റ് നിലനിർത്താൻ സാധിക്കുമോ? UDF, അതായത് നിലവിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന എന്നാൽ അവിടുത്തെ MLA കൂടിയായിരുന്ന മുരളീധരൻ അവിടെ വീണ്ടും വന്ന് മത്സരിക്കുമ്പോൾ അവിടെ എന്ത് മാറ്റമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? 3-ാം സ്ഥാനത്ത് നിന്ന് 1-ാം സ്ഥാനത്തേക്ക് എത്താനായിട്ട് മുരളീധരൻ സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും സർവേ റിസൾട്ട് നോക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. പുറത്തു വന്നിരിക്കുന്ന സർവേ റിസൾട്ട് പ്രകാരം വട്ടിയൂർക്കാവിൽ തീർച്ചയായിട്ടും ഇത്തവണ ഒരു അട്ടിമറി മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് സർവേ സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഒരു ത്രികോണ പോരാട്ടം, അതോടൊപ്പം തന്നെ കടുത്ത രീതിയിലുള്ള ഒരു മത്സരം, പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് വട്ടിയൂർക്കാവ് സീറ്റിനെ കുറിച്ച് സർവേ റിസൾട്ടുകൾ, ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് വട്ടിയൂർക്കാവ് മാറുന്നു. വിജയിക്കുന്നത് ആരായാൽ തന്നെയും ഭൂരിപക്ഷം നന്നേ കുറവാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്, നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ അത് BJPക്കാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അതായത് BJPക്കാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വട്ടിയൂർക്കാവിൽ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. 2-ാം സ്ഥാനത്ത് LDF ആണ് നിൽക്കുന്നത്. 3-ാം സ്ഥാനത്ത് അവിടെ UDF ആണ് എന്നുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് സർവേ റിസൾട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ BJPക്ക് നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം വട്ടിയൂർക്കാവിൽ കാണുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. എന്നാൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് LDF ആണ് നിൽക്കുന്നത്. 3-ാം സ്ഥാനം, അതായത് മുരളീധരൻ അവിടെ 3-ാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുമെന്നാണ് സർവേ റിസൾട്ട് പ്രകാരം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കടുത്ത പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വട്ടിയൂർക്കാവ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെ സർവേ റിസൾട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ BJPക്കാണ് ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം. 2-ാം സ്ഥാനം LDF, 3-ാം സ്ഥാനം മുരളീധരൻ, അതായത് UDF എന്നുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. ജനവിധി എന്താണെന്നറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. 9-ാം തീയതി ജനങ്ങൾ വട്ടിയൂർക്കാവിൽ എന്ത് തരത്തിലുള്ള വിധി എഴുതുമെന്നുള്ളതും അതിൻ്റെ റിസൾട്ട് ഏത് തരത്തിൽ എത്തുമെന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. പക്ഷേ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു ചായ്വ് BJPയിലേക്കാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നത്. അത് അതുപോലെ തന്നെ സംഭവിക്കുമോ, അതല്ല അവിടെ ഒരു അട്ടിമറി
മുന്നേറ്റം ഈ പറയുന്ന തോതിൽ സീറ്റ് നിലനിർത്താൻ ഈ പറയുന്ന രീതിക്ക് LDFനോ UDFനോ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും കണ്ടറിയേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും വട്ടിയൂർക്കാവ് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുള്ള മണ്ഡലം തന്നെയാണ് എന്നുള്ളത് സർവേ റിസൾട്ടുകൾ പോലും ഉറപ്പിച്ച് പറയുന്ന ഒരു മണ്ഡലമായിട്ട് വട്ടിയൂർക്കാവ് മാറിയിരിക്കുന്നു. ഒരു ത്രികോണ പോരാട്ടം. അവിടെ എന്ത് തരം അട്ടിമറികളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ജനങ്ങളുടെ ഒരു പൾസ് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത്, തീർച്ചയായിട്ടും ജനവിധി എന്താണ് എന്നുള്ളതും കണ്ടറിയേണ്ടത് അനിവാര്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ എല്ലാവരും ഉറ്റുനോക്കുന്ന തിരുവനന്തപുരം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം തന്നെയാണ് വട്ടിയൂർക്കാവ് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയും ഏറ്റവും ടൈറ്റ് ഫൈറ്റ് അവിടെ ബി ജെ പിക്ക് അത്രയ്ക്കും വിജയപ്രതീക്ഷയുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ ഇറക്കിയിരിക്കുന്നു. LDF അവിടുത്തെ തിരുവനന്തപുരം മേയറായിരുന്ന, അതോടൊപ്പം തന്നെ നിലവിൽ വട്ടിയൂർക്കാവ് MLA ആയിരുന്ന ആളെ തന്നെ അവിടെ ഇറക്കുന്നു. അതോടൊപ്പം തന്നെ UDF അവിടെ വട്ടിയൂർക്കാവ് MLA ആയിരുന്ന ഒരാൾ വട്ടിയൂർക്കാവ് വിട്ട് പിന്നെ വടകരയിൽ പോയി അവിടെ MP ആയി, പിന്നെ അവിടെ നിന്നുകൊണ്ട് പിന്നെ തൃശ്ശൂരിലേക്ക് വന്നു. അവിടെ പക്ഷേ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇപ്പോൾ ഇതാ വീണ്ടും വട്ടിയൂർക്കാവിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു മുരളീധരന് ഇത്തവണ എന്തായിരിക്കും വട്ടിയൂർക്കാവിലെ ജനങ്ങൾ സമ്മാനിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും ഒരു അട്ടിമറി വട്ടിയൂർക്കാവിൽ മണക്കുന്നുണ്ട്. അത് ആർക്ക് അനുകൂലമാകും? അത് BJPക്ക് അനുകൂലമാകുമോ, UDFന് അനുകൂലമാകുമോ? അതല്ല ഒരു അട്ടിമറിയും ഇല്ലാതെ തന്നെ LDF ആ സീറ്റ് നിലനിർത്തുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.